കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരവുമായി കർണാടകവും. ബുധനാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, എംഎൽഎമാർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കും. കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരവുമായി കർണാടകവും. ബുധനാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തുടങ്ങിയ എംഎൽഎമാർ സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം കർണാടക സർക്കാരിന് നേരെ കേന്ദ്രം അവഗണന കാട്ടുന്നുവെന്നാണ് ആരോപണം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. മിഥുൻ, കേരളത്തിന് പിന്നാലെ കർണാടകവും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരവുമായി ഡൽഹിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും കർണാടകത്തിന്റെ ആവശ്യം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച കേരള സർക്കാർ ഇതുപോലെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു സമരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കർണാടകയിലെ അവിടുത്തെ സർക്കാർ ഇതിനെതിരെ ഒരു ദിവസം മുമ്പ്, അതായത് ബുധനാഴ്ച ജന്തർ മന്ദറിൽ സമരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ നിലപാട് ഏതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കിനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ സംസ്ഥാനത്തെ കേരള ഘടകം കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു, ഉത്തരേന്ത്യയിലെ വളർത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള അവഗണന ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്നു എന്നുള്ളൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഡി.കെ. സുരേഷ് എന്ന കർണാടകയിലെ എം.പി ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധമായിരുന്നു ഈ ഒരു പരാമർശത്തിനെതിരെ ഡി.കെ. സുരേഷിനെതിരെ ഉയർന്നു വരികയും ചെയ്തത്. അതിന് പിന്നാലെയാണ് വലിയൊരു കടുത്ത നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു നടപടിയിലേക്ക് കർണാടക സർക്കാർ കടക്കുന്നത്. ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരവുമായി മുന്നോട്ട് പോകുന്നു. ഏകദേശം 62,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ട്. ഇതിനെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ സമരമിരിക്കാൻ പോകുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ അടക്കമുള്ള നേതാക്കളുണ്ടാകും. ദേശീയ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു സമരത്തിന് അണിനിരക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ അവിടെ സമരത്തിന് ഇരിക്കാൻ പോകുന്നൊരു വാർത്ത നേരത്തെ തന്നെ വരികയും ചെയ്തു. അത് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇന്നാണ് കർണാടക സർക്കാർ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം കൂടി ഈ ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു സമരത്തിന് ഒപ്പം നിൽക്കുന്നില്ല, പ്രതിപക്ഷം സമരത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായി വരും. ഇതിൽ വലിയ മറുപടി കാത്തിരിക്കുകയാണ് എന്തായാലും രാഷ്ട്രീയ ലോകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, എന്തായാലും കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരവുമായി കർണാടകവും രംഗത്തെത്തുകയാണ്. എം.ജെ. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.